ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പോൾ നല്ല മനസ്സമാധാനം. ഇന്ന് പതിവില്ലാതെ രാവിലെ എഴുന്നേറ്റു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ എന്നും കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് മീ ടൈം കിട്ടുമെന്ന്. എല്ലാ ദിവസവും എത്ര തന്നെ ബിസി ആയിരുന്നാലും നമ്മൾ നമുക്ക് വേണ്ടി ഒരു ഹാഫ് ആൻ അവർ എങ്കിലും സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. ഐ ലൈക്ക് നൈറ്റ്സ് മോർ. ബട്ട് മോർണിംഗ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരു ഐറ്റമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈം. ഈ ടൈമിൽ എല്ലാത്തിനും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഒരു കാര്യം, ഇവിടെ രണ്ടുപേര് നല്ല ഉറക്കത്തിലാണ്. വെളുപ്പിന് ഒരു 5 മണി വരെ ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും ഈ തണുപ്പത്ത് മൂടി പൊതിച്ച് കിടന്നിറങ്ങുക. ബൈ ദ ബൈ, നിങ്ങൾക്ക് കോഫിയാണോ അതോ ടീ ആണോ കൂടുതൽ ഇഷ്ടം? ഐ എം എ കോഫി ലവർ. ചെറുപ്പത്തിലെ തൊട്ട് എൻ്റെ മമ്മി പറയും എനിക്ക് ടീ ഇഷ്ടമേ അല്ലായിരുന്നു എന്ന്. കോളേജിൽ പോകുമ്പോൾ വരെ ഞാൻ മിൽക്ക് കുടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നോവ ബേബിയുടെ മിൽക്കും ഞാൻ സെറ്റാക്കി. അവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ ഈ മിൽക്ക് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ആൾ ഹാപ്പി. കുട്ടികളെല്ലാവരും മോർണിംഗ്സ് ഹാപ്പി ആയിട്ട് തുടങ്ങട്ടെ തന്നെ, അതല്ലേ അതിൻ്റെ ശരി. ഇത് പിന്നെ എനിക്കും നമ്മൾ മെജോറിറ്റി എല്ലാവരുടെ പോലെ തന്നെ ഒരു ശീലമുണ്ട്. മോർണിംഗിൽ തന്നെ ഒരു കോഫിയോ ടീയോ കുടിച്ചിട്ട് ഡേ തുടങ്ങണം. ബിക്കോസ് ഇത് കുടിച്ചു കഴിയുമ്പോൾ എനിക്കൊരു നല്ല എനർജി ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ഗൈസ്? രാവിലെ ഫ്രണ്ട് ഉറക്കെ തുറന്ന് ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കുടിക്കണം. പിന്നെ കുറച്ചു നേരം ഞാൻ ചെടിയൊക്കെ നോക്കി അങ്ങ് നടന്നു. ഇത്രയും മഴ പെയ്തിട്ടും ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതിനാണ് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇവിടെ മുകളിൽ ഷെഡ് ഉള്ളത് കൊണ്ട് ഈ ചെടികൾക്ക് അങ്ങനെ ടെക്നിക്കലി വെള്ളം കിട്ടില്ല ഗൈസ്. അതുകൊണ്ടാണ്. ആൻഡ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ്. ഈ ചെടി ഒരു ഈവനിങ് വാക്കിനിറങ്ങിയപ്പോൾ ഒരു വീട്ടിൽ ഈ ചെടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലെ ചേച്ചിനോട് ചോദിച്ചു ഒരു കൊമ്പ് തരുമെന്ന്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു മോളെ കൊമ്പ് എന്തിനാ, മോളെ ചെടി തന്നെ കൊണ്ടുപോയിക്കുമെന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് ഗൈസ് ഈ ചെടി. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു. എത്ര അർത്ഥവത്തായ വരികൾ. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിഗ് ലീഫ് മണി പ്ലാന്റ്സ്. ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഞാൻ ഒരു പീസിങ് മുറിച്ചെടുത്തു. ആൻഡ് യെസ്, ഇത് ഇവിടെ റീപ്ലേസ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് വാടിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം ഈ ചെടിയുടെ റീപ്ലേസ് ചെയ്തത്. പക്ഷെ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. കുറച്ചു നേരം ഞാൻ അതിൻ്റെ ഭംഗി അങ്ങ് ആസ്വദിച്ചു. എനിക്ക് വീട്ടിൽ ചന്ദനത്തിരി കത്തിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അതിൻ്റെ ഫ്രാഗ്രൻസസ് ഒക്കെ വീട് മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് ഒരു രസമല്ലേ. ആക്ച്വലി ചന്ദനത്തിരി ഇന്നലെ വീട്ടിൽ തീർന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചേട്ടായിനെ കൊണ്ട് രാത്രി മേടിപ്പിച്ചതാണ് ഈ ചന്ദനത്തിരി. പിന്നീടെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബൈബിൾ റീഡിങ് ആൻഡ് ടോക്ക്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.